ഇന്നൊരു സോയാബീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായി സോയാബീൻ നന്നായി വേവിച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മസാലയും ഉപ്പും ചേർത്ത് 1 സ്പൂൺ എണ്ണയും ഒഴിച്ച് നന്നായി ഇളക്കി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ഗ്രേവിക്ക് ആവശ്യമായ പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കുക. അടുത്തതായി അരപ്പ് ചേർത്ത് വെച്ചിരുന്ന സോയാബീൻ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഗ്രേവി തയ്യാറാക്കാം. പാൻ ചൂടായി കടുകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം സവാള ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി ഇളക്കി ഒരു 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയും വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് മസാലയും ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തിരുന്ന സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ടാകും. ഇനി അരിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച്, ഞാനിവിടെ 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്, അതിന് 2 ഗ്ലാസ് വെള്ളമാണ് ആവശ്യം. അതും മസാലക്കൂട്ടും കുറച്ച് നെയ്യും ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അരിയിടാം. 15 to 20 മിനിറ്റാണ് അരി വേവാനുള്ള സമയം. ഇപ്പോൾ സോയാബീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ടാറ്റാ.